പണം ചെലവാക്കി പാർട്ടി പിടിച്ചാൽ ആ പാർട്ടിക്കാരെ ലഹരിമരുന്ന് കടത്തിന് ഉപയോഗിക്കാവുന്ന പാർട്ടി സംവിധാനമാക്കി മാറ്റിയതും ലോക്കൽ കമ്മിറ്റി ഓഫീസ് ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമാക്കിയതുമായ അനുഭവം CPM-ൽ ഉണ്ടായിട്ടുണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി നൽകുമ്പോഴായിരുന്നു ഗോവിന്ദന്റെ പരാമർശം. ആലപ്പുഴയിലെ CPM-ലെ വിഭാഗീയതയിലും ലഹരിക്കടത്ത് വിവാദങ്ങളിലും പാർട്ടി എടുത്ത നടപടികൾ ഏറെ ചർച്ചയായിരുന്നു. അന്ന് 3 ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിട്ടു. ആലപ്പുഴ നോർത്ത്, ആലപ്പുഴ സൗത്ത്, ഹരിപ്പാട് കമ്മിറ്റികളാണ് പിരിച്ചുവിട്ടത്. പകരം അഡ്ഹോക്ക് കമ്മിറ്റികൾ കൊണ്ടുവന്നു. ഗോവിന്ദന്റെ ഇടപെടലായിരുന്നു നടപടികൾക്ക് കാരണമായത്. ഈ സംഭവമാണ് കൊല്ലത്ത് ഗോവിന്ദൻ സ്ഥിരീകരിക്കുന്നത്. ഇത് കേരളത്തിൽ തന്നെയുള്ള അനുഭവമായിരുന്നു. അത്തരം ഭീകരവാഴ്ചയ്ക്കെതിരെ ഗൗരവപൂർണമായ നിലപാടുകൾ സ്വീകരിക്കുന്നതിന് അവിടെ പോയി യോഗം ചേർന്നെങ്കിലും ഭൂരിപക്ഷ അഭിപ്രായം സ്വീകരിച്ച് മടങ്ങിപ്പോകേണ്ടി വന്ന അനുഭവമുണ്ട്. നടപടിയെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ പാർട്ടി ഘടകത്തെ പിരിച്ചുവിടേണ്ടി വരുമെന്ന് സംസ്ഥാന സെക്രട്ടറി ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി നേരിട്ടെത്തി കമ്മിറ്റി വിളിച്ച് നടപടിക്ക് വിധേയമാക്കിയത്. നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ പോലും ലഹരിമരുന്ന് കച്ചവടം നടത്തുന്ന കേന്ദ്രമായിരുന്നുവെന്ന്. ഒരു പണക്കാരൻ ഏരിയ കമ്മിറ്റിയിലെ വിഭാഗീയത വ്യക്തിപരമായി മുതലാക്കാമെന്ന് കണ്ട് പണം ചെലവാക്കി പാർട്ടിയെ പിടിച്ചെടുക്കുന്നത് ഭാഗമായി ഉണ്ടായ പ്രശ്നമാണ്. ഈ കേരളത്തിലുണ്ടായതാണ്. ഞങ്ങൾ പരിശോധിച്ചതാണ്. ആ കമ്മിറ്റിയെ പിന്നീട് മാറ്റി. ആ പ്രവണതകളെല്ലാം മാറ്റി. ഈ പ്രാവശ്യം യാതൊരു പ്രശ്നവുമില്ലാതെ അവിടെ സമ്മേളനം നടന്നുവെന്നും ഗോവിന്ദൻ പറഞ്ഞു.